ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എരിവുള്ള ബീഫ് കുരുമുളക് ഇട്ടതിൻ്റെ റെസിപ്പിയുമായാണ്. ഇതിനായി ഒരു കുക്കർ എടുത്ത ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 900 ഗ്രാം ബീഫാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ ചേർത്ത് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 15 അല്ലി ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കട്ട് ചെയ്യാതെ മുഴുവനായി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നീട് 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 3 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഇവ ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിനനുസരിച്ച് അതിൻ്റെ വേവിലും വ്യത്യാസം വരും. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിരിക്കുന്ന ബീഫ് മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വന്നപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നത്. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു 4 തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ആ സവാളയെല്ലാം ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്ന സമയം വരെ നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിരുന്നു. ഇപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. ആ സമയം വരെ ഞാൻ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബീഫ് കുക്കായിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ബീഫ് കുക്കാവുന്ന സമയത്ത് ഇറങ്ങി വന്ന വെള്ളമാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഏകദേശം 90% കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് ഞാൻ ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത ശേഷം ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് സമയം നമുക്കിത് വഴറ്റിയെടുക്കണം. അതിനായി ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് സമയത്തോളം ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് നിരത്തി ഇട്ട് കൊടുത്തിരുന്നു. പിന്നീട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടും ഇരുന്നിരുന്നു. പിന്നീട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ബീഫിൻ്റെ ഗ്രേവി കുക്കറിൽ നിന്ന് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഗ്രേവി മുഴുവനായിട്ട് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഞാനിതിവിടെ കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് സമയത്തോളം നമുക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് സമയം കൂടെ ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച കുരുമുളകാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചതച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളകും 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുരുമുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കുരുമുളക് ഇട്ടതിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കൂടെയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബീഫിൻ്റെ വരട്ടിയത് ഒരു 10 മിനിറ്റിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.